ഹലോ ഓൾ. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിൻ്റെ സിലബസും അതിൻ്റെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഇലക്ട്രിക്കൽ പോർഷൻസും മോട്ടോർ മെക്കാനിക് വെഹിക്കിളിൻ്റെ ടോപ്പിക്സുമാണ് നമ്മൾ ഇതുവരെ ഉള്ളവരെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോയത്. പക്ഷേ സിലബസ് വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇലക്ട്രിക്കൽ പോർഷൻസിൻ്റെ ഏരിയ കുഴപ്പമില്ലാത്ത ആ രീതിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ മോട്ടോർ മെക്കാനിക് പോർഷൻസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് പോർഷൻസ് മാറിയിട്ട് മെക്കാനിക്കൽ പോർഷൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കലിൽ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ഒരു ചെറിയ രണ്ട് ടോപ്പിക്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും അഡീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഇലക്ട്രിക്കൽ പോർഷൻസും ഈ പുതുതായിട്ട് വന്ന ഈ പറഞ്ഞ അഡീഷൻസും പിന്നെ മെക്കാനിക്കൽ പോർഷൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇത് പലർക്കും ഒരു വിഷമം ഉള്ളൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ നമ്മളത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പുതിയ പോർഷൻസ് വന്നാൽ നമുക്ക് പഠിച്ചേ പറ്റൂ. പുതിയ പോർഷൻസ് വന്ന് പഠിച്ചതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്നൊരു ഓപ്ഷനേ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉള്ളൂ. ഓക്കെ, അപ്പം ഈ മെക്കാനിക്കൽ പോർഷൻസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പോർഷൻസ് മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ, ഇലക്ട്രിക്കൽ പോർഷൻസ് പഠിക്കത്തില്ല എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് മാറ്റി വെക്കാം. നമുക്ക് രണ്ട് പോർഷൻസ് ഒരുപോലെ പഠിച്ചാലേ നമുക്കിതിൽ ലിസ്റ്റിൽ കയറാൻ തക്കവണ്ണമുള്ളൊരു ചാൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുട്ടികളോട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയയിൽ മാക്സിമം നിങ്ങൾ എക്സെൽ ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളിപ്പോൾ മോട്ടോർ മെക്കാനിക് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഓട്ടോമൊബൈൽ പോർഷൻസ് നിങ്ങൾ നല്ലപോലെ എക്സെൽ ചെയ്യാൻ നോക്കുക. അതുപോലെ ഇലക്ട്രിക്കൽ പോർഷൻസ് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് പോകാൻ നോക്കുക. എന്നാലേ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റത്തുള്ളൂ. അതല്ല ഇലക്ട്രിക്കൽ പഠിക്കത്തില്ല, ഓട്ടോമൊബൈൽ പോർഷൻസിലെ 50 മാർക്കും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള രീതിയാണെങ്കിൽ നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്കിത് രണ്ട് ഏരിയയും നമുക്ക് അത്യാവശ്യം നല്ലപോലെ പഠിച്ചു പോയാൽ നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അതല്ലാതെ പഴയ കട്ട് ഓഫ് ഒക്കെ നോക്കി നമ്മൾ ആ രീതിയിൽ വാശി പിടിച്ച് നിന്നാൽ പറ്റത്തില്ല. രണ്ട് ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ എവിടേക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. കൂട്ടത്തിലെ സിലബസ് നമ്മളൊന്ന് പറഞ്ഞു പോകും. അപ്പം ഞാൻ മെക്കാനിക്കൽ പോർഷൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഇലക്ട്രിക്കൽ പോർഷൻസ് അരവിന്ദ് സാറ് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. സോ ഞാൻ മെക്കാനിക്കൽ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ആ ഒരു സിലബസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പം മെക്കാനിക്കൽ പോർഷൻസിൽ മെക്കാനിക്കൽ ഓവറോൾ ഒരു 5 മോഡ്യൂളാണ് മാർക്ക്. 5 മോഡ്യൂളാണ് ഈ സിലബസ് ഇട്ടിരിക്കുന്നത്. 10 മാർക്ക് ഈച്ചാണ്. ഓരോ മോഡ്യൂളിനും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം PSCയുടെ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ PSC മാക്സിമം സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ ചോദിക്കുന്നുണ്ട്. ഫുള്ള് എന്ന് പറയുന്നില്ല, എല്ലാ എക്സാമിനും ഒന്നും പറയുന്നില്ല, പക്ഷേ ഒരു സിലബസ് ഇട്ടിട്ടുള്ള എക്സാമിന് ഒരു 90% ആ സിലബസിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാനുള്ള പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം നമുക്ക് ഈ ഓരോ മോഡ്യൂളിലും ഈ മാർക്ക് വെയിറ്റേജ് അല്ലെങ്കിൽ മാർക്ക് എന്തുമാത്രം വെയിറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് തന്നിരിക്കുന്നത് വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ 5 മോഡ്യൂളിൽ ഓരോ മോഡ്യൂളിനും 10 മാർക്കിൻ്റെ വെച്ചിട്ടാണ് PSC അത് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതനുസരിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സിലബസിലേക്ക് വരാം. മോഡ്യൂൾ 1 ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറഞ്ഞിട്ടാണ്. പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ്. അപ്പോൾ ആദ്യം പമ്പ്. അപ്പം ഇതിലൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യുകയാണ്. ഈ പമ്പിനെ പറ്റിയാണ് നമ്മളുടെ ഈ സിലബസിലെല്ലാം കൂടുതലായിട്ട് ഇവിടെ പറയുന്നത്. ഈ സിലബസിൽ പല ഏരിയയിലായിട്ട് നമുക്ക് ഈ പമ്പ്സിനെ പറ്റി കാണാൻ പറ്റും. മോഡ്യൂൾ 1 എടുത്താലും കാണാം, 2 എടുത്താലും കാണാം, 4th മോഡ്യൂൾ എടുത്താലും കാണാം, 5th മോഡ്യൂളിൽ നമുക്ക് ഈ പമ്പ്സിനെ പറ്റി കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പമ്പ് തന്നെ സെപ്പറേറ്റ് ഒരു കാറ്റഗറി ആയിട്ട് നിങ്ങൾ അങ്ങ് വെക്കണം. പമ്പ് ഒരു സെപ്പറേറ്റ്, അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് പമ്പ് ഉണ്ടോ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അണ്ടർ വരുന്ന റോട്ടറി പമ്പ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ എന്തൊക്കെ പമ്പുകളുണ്ടോ ആ പമ്പുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അതങ്ങ് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം പമ്പ് ഓപ്പറേറ്ററാണ് അല്ലെങ്കിൽ ഓപ്പറേറ്ററാണ്. അപ്പം ആ പമ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന ഒരു ട്രേഡിൻ്റെ സിലബസ് ആണ് ഇതിൽ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ പമ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ സെപ്പറേറ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. സോ ആദ്യമേ പമ്പിനെ പറ്റി ഇവിടെ പറയുന്നത് ജനറൽ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പമ്പ് മാനുഫാക്ചറേഴ്സ് ആരൊക്കെയാണ്, അല്ലെ പമ്പ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ജനറൽ കാര്യങ്ങളേ ഉള്ളൂ അവിടെ, അതവർ പറയുന്നുണ്ട്. പിന്നീട് അവർ നമ്മുടെ ഓരോ ടൈപ്പ് ഓഫ് പമ്പിലേക്ക് പോവുകയാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ്, അങ്ങനെ പറയുന്ന പല പമ്പുകളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ പാർട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ, പിന്നീട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്, അതിൻ്റെ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ പമ്പിൻ്റെയും ജനറലായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കുക.
അതിൻ്റെ കൺസ്ട്രക്ഷന്, അതിൻ്റെ ക്ലാസിഫിക്കേഷന്, അതിൻ്റെ ഓപ്പറേഷന്, അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്, അതിൻ്റെ മെയിൻ്റനൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ പമ്പിൻ്റെയും എല്ലാത്തിൻ്റെയും നമ്മൾ പഠിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവായിട്ട് ഈ പമ്പുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. പിന്നീട് വരുന്നത് ഒരു പോർഷൻ ഫാസ്റ്റനേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂൾ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് ആണ് അല്ലേ. അപ്പം ഫാസ്റ്റനേഴ്സ് വരുന്നുണ്ട്. ഫാസ്റ്റനേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നട്ട്, ബോൾട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളല്ലേ. അപ്പോൾ അവിടെ സ്ക്രൂ ത്രെഡിൻ്റെ ടെർമിനോളജി നമുക്ക് സ്ഥിരമായിട്ട് പഠിക്കേണ്ട സാധനങ്ങളൊക്കെയാണ്. വലിയ കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയുമാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് സ്ക്രൂസ്, നട്ട്, ബോൾട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഏരിയയാണ്. ക്വസ്റ്റ്യൻസ് മാക്സിമം കിട്ടുന്ന ഒരു ഏരിയയുമാണ്. നമുക്ക് MCQs ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫങ്ഷൻസ് ഓഫ് ഗ്യാസ്കറ്റ്, സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഫോർ ഗ്യാസ്കറ്റ്, ഇതെല്ലാം ITI ലെവൽ പഠിക്കുന്നവർക്കറിയാം, ITI ലെവൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. അത് അവർ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, മിക്കവാറും എല്ലാ ട്രേഡുകളുടെയും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സബ്ജക്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് വരുന്നത് ആ മോഡ്യൂൾ ഷീറ്റ് മെറ്റൽ ജോയിൻസ്, അതിൻ്റെ ബെൻഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഷീറ്റ് മെറ്റൽ കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ആവശ്യം പോലും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. നിങ്ങളപ്പം ആ ഷീറ്റ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ഒന്ന് പഠിക്കുക. പിന്നെ നോർമലി ഉള്ള ഫാസ്റ്റനിങ് മെത്തേഡ്സ്, അതായത് ജോയിൻ ചെയ്യുന്ന മെത്തേഡ്സ്, റിവെറ്റിങ്, സോൾഡറിങ്, ബ്രേസിങ്, അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫാസ്റ്റനിങ് മെത്തേഡുകൾ നമുക്കറിയാം. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. നമുക്ക് ഒത്തിരി കോമൺ ആയിട്ടുള്ള ഏരിയാസാണ് ഇത്രയും പറഞ്ഞത്. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. മെക്കാനിക്കലുകാർക്കും ഓട്ടോമൊബൈലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊന്നുമുള്ള ഒരു മോഡ്യൂളല്ല മോഡ്യൂൾ 1. നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അടുത്തത് മോഡ്യൂൾ 2 ആണ്. മോഡ്യൂൾ 2 IC എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പേര് മോഡ്യൂളിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വെയിറ്റേജ് ഈ പറയുന്ന പോലെ 10 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്. IC എഞ്ചിൻ നേരത്തെ തന്നെ മോട്ടോർ മെക്കാനിക് സിലബസ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഏരിയ ആണ് IC എഞ്ചിൻ അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഈ പറയുന്ന CI എഞ്ചിനും സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും അതിൻ്റെ 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക്, പിന്നെ അതിലെ പല സിസ്റ്റംസ്, ലൂബ്രിക്കേഷൻ സിസ്റ്റംസ്, സ്റ്റാർട്ടിംഗ് സിസ്റ്റം, അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ പറയുന്ന അതിൻ്റെ കുറച്ച് ഇതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്, അങ്ങനെയുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, ഓവർഹോളിങ്, അങ്ങനെയുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ മെയിൻ്റനൻസ്, ഓവർഹോളിങ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് നമുക്ക് നോക്കേണ്ടി വരും. ബാക്കിയെല്ലാം ഈ ഒരു മോഡ്യൂൾ വലിയ കുഴപ്പമില്ലാത്തൊരു മോഡ്യൂളാണ്. IC എഞ്ചിൻ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നൊരു ടോപ്പിക്കാണ്. അടുത്തത് 3ാമത്തെ മോഡ്യൂൾ ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെ ഇലക്ട്രിക്കലുകാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു മേഖലയാണ്. കാര്യം 3ാമത്തെ മോഡ്യൂൾ മെക്കാനിക്കലിലെ 5 മോഡ്യൂളിൽ ഒരു മോഡ്യൂൾ വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60% എന്താണ് ഇലക്ട്രിക്കലുകാർക്ക് പറ്റുന്ന രീതിയിലാണ് അത് കിടക്കുന്നത്. പക്ഷേ നമുക്ക് അത് ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മെക്കാനിക്കലുകാർക്ക് എൻ്റെ ഒരു ഇത് എടുത്തേ പറ്റൂ, പഠിച്ചേ പറ്റൂ, നമുക്ക് ജോലി കിട്ടണം, ആ രീതിയിൽ നമുക്കത് പഠിച്ചെടുത്തേ പറ്റൂ. അതുകൊണ്ട് നമുക്കിതും പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ പോർഷൻസ് പഠിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം ഇതിലെ ഒരു 8 മാർക്ക് 7 മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം അതുപോലുള്ള അവിടെ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. കുറേ ലോസ്, ഓക്കെ, പിന്നെ ഈ പറയുന്ന കുറേ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, അങ്ങനെ കുറേ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, പാരലൽ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളവിടെ പഠിക്കുന്ന ഏരിയാസൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ ബാറ്ററീസ് ആൻഡ് സെൽസ്, ലെഡ് ആസിഡ് ബാറ്ററീസ്, ഇതൊക്കെ അത്യാവശ്യം ഓട്ടോമൊബൈലുകാരും പഠിക്കുന്ന സംഭവങ്ങളാണല്ലേ. നമുക്കും അറിയാവുന്ന മോട്ടോർ മെക്കാനിക് സിലബസിലും വരുന്ന ഏരിയാസാണ് ഇതൊക്കെ, ഈ ബാറ്ററീസും സെൽസും ഒക്കെ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇലക്ട്രിക്കൽ പോർഷൻസ് ആണ്. അപ്പുറത്ത് ഇലക്ട്രിക്കൽ പോർഷൻസ് പഠിക്കുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ 10 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു 7-8 മാർക്കെങ്കിലും നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസോട് എടുത്ത് വെച്ചിട്ട് ഇതും ഇലക്ട്രിക്കൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സിലബസോട് എടുത്ത് വെച്ചിട്ട് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ ടോപ്പിക്കാണെന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ തന്നെ നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാവും, ഞാൻ ഒരു 10 മാർക്കിനോടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത 4ാമത്തെ മോഡ്യൂൾ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ആണ് പേരിട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഇലക്ട്രിക്കൽ സാധനങ്ങൾ കയറി വരുന്നുണ്ട്.
പവർ ട്രാൻസ്മിഷൻ റിലേറ്റഡ് സാധനങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് പുള്ളീസ് ഒക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പുള്ളി പവർ ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് പുള്ളി അല്ലേ. അപ്പോൾ പുള്ളീസിനെ പറ്റിയൊക്കെയാണ് നമുക്ക് കുറച്ച് പഠിക്കാൻ ഇവിടെ ഉള്ളത്. പിന്നീട് ഇതിൻ്റെ അകത്തോട്ട് വരുന്നത് AC മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. വീണ്ടും ഒരു ഇലക്ട്രിക്കൽ റിലേറ്റഡ് സാധനങ്ങൾ വരുന്നുണ്ട്. AC മോട്ടേഴ്സിനെ പറ്റി നമുക്കൊന്ന് പഠിക്കണം. ഓക്കെ പിന്നീട് ഇതിൻ്റെ അകത്ത് വരുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് മിക്സ്ഡ് ആയിട്ട് കുറേ ഏരിയാസ് ആണ് ഇവിടെ വരുന്നത്. അതിൻ്റെ അകത്ത് ഇവിടെയും പമ്പ് കയറി വരുന്നുണ്ട്, സ്പെഷ്യൽ പമ്പ്സ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ പമ്പ് പഠിക്കുമ്പം ഈ ഒരു പമ്പിൻ്റെ പോർഷൻ കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ള രീതിയിൽ നോക്കുക. അത് അങ്ങനെയൊക്കെ പഠിക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട്. ഈ ടൈപ്പ് ഓഫ് പുള്ളിയൊക്കെ പഠിക്കുമ്പം പവർ ട്രാൻസ്മിഷനിൽ അല്ലാതെ വരുന്ന ഏരിയാസോടൊക്കെ നോക്കുക. ഗിയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ബെൽ ഡ്രൈവ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ആ ഹെഡിങ് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അതർ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസുകളോടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എക്സ്ട്രാ ആയിട്ട് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. അതും ഈ പറഞ്ഞൊരു 10 മാർക്കിനാണ് വെയിറ്റേജ് വരുന്നത്. പിന്നെ ഈ AC മോട്ടേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളും കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇത് രണ്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ആൻഡ് 5th മോഡ്യൂള് ഫ്ലൂയിഡ് വാൽവ്സ് കുറച്ച് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് കണ്ടില്ലേ, ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്, പിന്നെ പ്രഷർ റിലീഫ് വാൽവ്, കുറേ ടൈപ്പ് ഓഫ് വാൽവ്സ് ഈ ITA ട്രേഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. കുറേ ടൈപ്പ് ഓഫ് വാൽവ്സ് ഉണ്ട്. നോൺ റിട്ടേൺ വാൽവ്സ്, ബട്ടർഫ്ലൈ വാൽവ്സ്, അങ്ങനെ കുറേ വാൽവ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ വാൽവ്സിനെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ITA ട്രേഡിൽ നമുക്കറിയാം നിമിയുടെ ബുക്കുകളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. നിമിയുടെ ബുക്കുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിൻ്റെ ബുക്കുണ്ട്, അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്കിൻ്റെ ബുക്കുണ്ട്. അതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഈ വാൽവ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ബുക്കിൽ പോയി നോക്കുക. അതിൻ്റെ PDF ഇതൊക്കെ അവൈലബിൾ ആണ്, നെറ്റിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ നോക്കുക. ഈ വാൽവ്സിനെ പറ്റി എവിടെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ഈ സിലബസിലെ മാത്രമെന്നല്ല, ഇതിലിപ്പം നോൺ റിട്ടേൺ വാൽവെന്നോ ബട്ടർഫ്ലൈ വാൽവെന്നോ ഒന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്കത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പമ്പിൽ ഇതിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞിട്ടില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് ഡബിൾ ആക്ടിങ് എന്നൊക്കെ പറയുന്നുണ്ട്, സിംഗിൾ ആക്ടിങ് ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, റെസിപ്രോക്കേറ്റിംഗ് പഠിക്കണമെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് അത് നോക്കി പഠിക്കുക. അതിൽ ആ പമ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പഠിക്കാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സും പിന്നെ ടൈപ്പ് ഓഫ് വാൽവ്സും നല്ലപോലെ ഈ മോഡ്യൂളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈസി ആയിട്ട് പഠിക്കാവുന്ന ടോപ്പിക്സ് ആണ്, എളുപ്പം നമുക്ക് പഠിക്കാവുന്ന ഏരിയ ആണ് അതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് വീണ്ടും പമ്പ് കയറി വരുന്നുണ്ട്. ഗിയർ പമ്പും റോട്ടറി പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ ശ്രമിക്കുക. പമ്പ് പഠിച്ചാൽ അപ്പോൾ നമുക്ക് കുറേ ഏരിയ കവേർഡ് ആവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. പിന്നെ ഞാൻ പറയുകയാണ് പമ്പ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഇവിടോട്ട് വരുമ്പോൾ പറയുന്നത് പൈപ്പ് ഫിറ്റിങ്സും പൈപ്പ് ജോയിൻസും ഒക്കെയാണ്. കുറേ ടൈപ്പ് ഓഫ് പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, എൽബോ, ടീ, റെഡ്യൂസേഴ്സ്, അങ്ങനെ കുറേ പൈപ്പ് ഫിറ്റിങ്സും ടൈപ്പ് ഓഫ് പൈപ്പ് ജോയിൻസും ഒക്കെ ഉണ്ട്. അതും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ പലയിടത്തും പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ടോപ്പിക്കിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് സിലബസിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സിലബസിൽ ഓരോ ലൈനും എന്താണെന്ന് ഒന്ന് നല്ല രീതിയിൽ നോക്കുക. എന്നിട്ട് അത് ഏതിനെ പറ്റിയാണ് ബന്ധപ്പെട്ട് വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു സിലബസിനെ ഫിൽട്ടർ ചെയ്ത് സോർട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇനി ഇലക്ട്രിക്കൽ പോർഷൻസിലേക്ക് നോക്കാം. ഇലക്ട്രിക്കൽ പോർഷൻസ് അരവിന്ദ് സാറാണ് എടുക്കുന്നത്. ഇലക്ട്രിക്കൽ പോർഷൻസും അതിൽ കുറച്ച് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് സാധനങ്ങൾ വരുന്നുണ്ട്, അത് സാറ് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റർ ഇൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ബേസ് സിലബസും അതിന്റെ ഡിസ്ക്രിപ്ഷൻസും അതിന്റെ ബേസിക് ഇമ്പോർട്ടന്റ് പോയിന്റ്സും പഠിക്കേണ്ട എത്രത്തോളം വെയിറ്റേജ് ഉണ്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അന്നേരം ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ 10th മൊഡ്യൂൾ വരെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടോപ്പിക്സുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 8 മൊഡ്യൂൾ വരെ പ്രീവിയസ് ഇയറിൽ ഉള്ള സിലബസിന്റെ സെയിം പോർഷൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. 9th മൊഡ്യൂളും 10th മൊഡ്യൂളിലാണ് എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. അന്നേരം 9th മൊഡ്യൂളിൽ അവർ എക്സ്ട്രാ ആയിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 10th മൊഡ്യൂളിൽ പവർ ഇലക്ട്രോണിക്സിലെ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ 2 പോർഷൻസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഇലക്ട്രോണിക് ഡിവൈസസിലെ ടോപ്പിക്സ് ആണ്. കുറച്ച് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ടോപ്പിക്സും ഉണ്ട്. അന്നേരം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. ആ ഏരിയയിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോബ്ലം റിലേറ്റഡ് ആയിരിക്കും. ഒന്നെങ്കിൽ വോൾട്ടേജ്, അല്ലെങ്കിൽ കറണ്ട് റിലേഷൻ, അല്ലെങ്കിൽ പവർ, അല്ലെങ്കിൽ കിലോ വോട്ട് ആംബിയർ ഓഫ് ദ എനർജി, അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്,
ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം ഇതിന്റെ കൂടെ ഓരോ ക്വാണ്ടിറ്റിയുടെയും വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി ഇൻ ദ ഇലക്ട്രിക്കൽ സിസ്റ്റം, അതിന്റെയൊക്കെ യൂണിറ്റ്സും ആ യൂണിറ്റ്സിന്റെ ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനർജിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റിനെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഒരു പാരലൽ അല്ലെങ്കിൽ സീരീസ് നെറ്റ്വർക്കിലെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റോഫ് ലോ യൂസ് ചെയ്തിട്ട് വോൾട്ടേജോ കറണ്ടോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അന്നേരം സിമ്പിൾ പോർഷൻസ് ആണ്. ഈ പോർഷൻസ് ആണ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലെ എല്ലാ പോർഷൻസിന്റെയും ബേസ്. ഓക്കെ, അന്നേരം വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് നമുക്കറിയാം ഓംസ് ലോ ആണ്. അന്നേരം അതൊരു നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഒരു ലൂപ്പിലോ വന്നാലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? ഓംസ് ലോ വിത്ത് ക്രിസ്റ്റോഫ് കറണ്ട് ലോ അല്ലെങ്കിൽ ക്രിസ്റ്റോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യേണ്ടി വരും. അന്നേരം മെഷ് റൂളും അല്ലെങ്കിൽ ലൂപ്പ് റൂളും ക്രിസ്റ്റോഫ് നോഡൽ റൂളും, ഈ രണ്ട് റൂളും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് തന്നിട്ട് അത് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അന്നേരം ഈ ഫസ്റ്റ് പോർഷൻ ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓംസ് ലോയും ക്രിസ്റ്റോഫ് വോൾട്ടേജ് ലോയും അല്ലെങ്കിൽ ക്രിസ്റ്റോഫ് കറണ്ട് ലോയും എങ്ങനെ ഒരു ബേസിക് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 2 വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചും ഇലക്ട്രോ മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം ഇതിനകത്ത് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വരുന്ന കുറെ പാരാമീറ്റേഴ്സ്, അതിന്റെ ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഒക്കെ ബേസിക് ഡെഫിനിഷൻസും അതിന്റെ യൂണിറ്റും അതിന്റെ പരസ്പരമുള്ള റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അന്നേരം ഫസ്റ്റ് വരുന്നത് ലാ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഈ മൊഡ്യൂൾ 2 ഫസ്റ്റ് പോർഷൻ. ആ ലാ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം വരുന്നുണ്ട്, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതിന്റെ റിലേഷൻഷിപ്പ്, അതിന്റെ ഇക്വേഷൻസ്, അതിന്റെ യൂണിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എ കപ്പാസിറ്റർ ഇൻ പാരലൽ ആൻഡ് സീരീസ് കണക്ഷൻ. ഡൈഇലക്ട്രിക്കൽ സ്ട്രെങ്ത് ഇലക്ട്രോസ്റ്റാറ്റിക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ, അന്നേരം ആ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററും ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വരുന്ന ബേസിക് ലോ ആണ് കൂളോംസ് ലോ. രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ് കൂളോംസ് ലോ. കൂളോംസ് ലോ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ രണ്ട് ചാർജ് തന്നിട്ട് ആ ചാർജിനിടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത്രയും പോർഷൻസ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ്. നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, മാഗ്നറ്റിസത്തെ നമുക്കറിയാം, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വേരി ചെയ്താൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്താൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അന്നേരം ഇതിനോട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനോട് തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ഓക്കെ, അന്നേരം ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ അവർ ആഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്, അതിന്റെ കൂടെ ഡിഫറെന്റ് ഫാരഡേസ് ലോസ്, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്ഷൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പിന്നെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നമുക്കറിയാം. ഇൻഡക്ടറിൽ മാഗ്നറ്റിക് സ്റ്റാറ്റിക് എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്. കപ്പാസിറ്ററിൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്. അന്നേരം അതിന്റെ വേരിയേഷൻ, ആ എനർജിയുടെ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതുപോലെ ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, റിലക്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഒരു കണ്ടക്ടർ എടുത്താൽ അതിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. അതുപോലെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്താൽ അതിന്റെ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് പറയുന്നത് റിലക്റ്റൻസ്. അന്നേരം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും മാഗ്നറ്റിക് സ്റ്റാറ്റിക് ഫീൽഡും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്താൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ടുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതായത് ഇതിനകത്ത് സെൽഫ് ഇൻഡക്ഷനും ലെൻസസ് ലോ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ സെൽഫ് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ്, അതിന്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസും പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ഓൾട്ടർനേറ്റിംഗ് സിസ്റ്റം ആണ്.
AC സിസ്റ്റംസ് എന്ന് പറയും. AC സിസ്റ്റംസിൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഒരു AC സിഗ്നലിന്റെ ബേസിക് ടേംസ്. നമുക്കറിയാം ഒരു AC സിഗ്നൽ തന്നാൽ ആ പർട്ടിക്കുലർ AC സിഗ്നലിന് ഒരു ഫ്രീക്വൻസി കാണും, ആംപ്ലിറ്റ്യൂഡ് കാണും, ഒരു ടൈം പീരീഡ് കാണും, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് കാണും. അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ AC സിഗ്നലിന് ഒരു ആവറേജ് വാല്യൂ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ എന്നിരിക്കുന്ന ബേസിക് ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അന്നേരം ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നാൽ ആ വേവ് ഫോമിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, RMS വാല്യൂവിന്റെയും ആവറേജ് വാല്യൂവിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു പീരിയോഡിക് വേവ് തന്നിട്ട് അതിന്റെ RMS വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ എന്തായിരിക്കും, ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നാൽ അതിന്റെ ഫോം ഫാക്ടർ എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ഫോം ഫാക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും. 1.1 ആണ് ഫോം ഫാക്ടറിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ. RMS വാല്യൂ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ്. അന്നേരം അത് തന്നിരിക്കുന്ന വേവ് ഫോം അനുസരിച്ച് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, സ്ക്വയർ വേവ് ആണെങ്കിൽ, അല്ലെങ്കിൽ സൈനുസോഡൽ വേവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ RMS വാല്യൂയും ആവറേജ് വാല്യൂ ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം ഓരോ വേവ് ഫോമിനും അതിനനുസരിച്ചുള്ള പാരാമീറ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എടുത്താൽ അത് റെസിസ്റ്റൻസിലൂടെയും ഇൻഡക്റ്റൻസിലൂടെയും കപ്പാസിറ്റൻസിലൂടെയും ഫ്ലോ ചെയ്താൽ അവിടെ ട്രാൻസിയൻസും സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസും ഉണ്ട്. ഓക്കെ, അന്നേരം അതാണ് നെക്സ്റ്റ് പോർഷൻ. ഒരു AC കറണ്ട് റെസിസ്റ്റൻസിലൂടെയും ഇൻഡക്റ്റൻസിലൂടെയും കപ്പാസിറ്റൻസിലൂടെയും ഫ്ലോ ചെയ്താൽ അതിന്റെ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് അത് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഒരു AC കറണ്ട് ഒരു റെസിസ്റ്റൻസിലൂടെ, കപ്പാസിറ്ററിലൂടെ, ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്താൽ ഇവിടുത്തെ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് എന്തായിരിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പോർഷൻ, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ആൻഡ് ഇന്റർചേഞ്ചിങ് ബിറ്റ്വീൻ ദം. സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ. ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് തന്നിട്ട് സ്റ്റാർ കണക്ഷനിൽ അത് എന്തായിരിക്കും പാരാമീറ്റർ, അല്ലെങ്കിൽ ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് തന്നിട്ട് ആ ഡെൽറ്റ നെറ്റ്വർക്കിലെ ഓരോ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലൈൻ ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ് ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റ സിസ്റ്റംസ്. ഓക്കെ, അന്നേരം ഒരു ഡെൽറ്റ സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റാർ സിസ്റ്റം എടുത്താൽ അതിന്റെ ലൈൻ കറണ്ട്, അതിന്റെ ഫേസ് കറണ്ട്, അതിന്റെ വോൾട്ടേജ് കറണ്ട് റേഷ്യോസ്, അതിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾസ്, ടോട്ടൽ പവർ ഫാക്ടർ, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഫ്രം സ്റ്റാർ ആൻഡ് ഡെൽറ്റ സിസ്റ്റംസ്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ആണ് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, അതുപോലെ സിംഗിൾ ആൻഡ് 3 ഫേസ് പവർ മെഷർമെന്റും, റെസിസ്റ്റൻസ് മെഷർമെന്റ്, ഇൻഡക്റ്റൻസ് മെഷർമെന്റ്, അതുപോലെ കപ്പാസിറ്റൻസ് മെഷർമെന്റ്, പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, TOD മീറ്റർ എങ്ങനെ യൂസ് ചെയ്യാം, CRO എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, CROയുടെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, ഡിഫറെന്റ് പെർഫോമൻസ്, ഡിഫറെന്റ് കമ്പോണൻസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഓരോ ഡിവൈസസും എന്തിനു വേണ്ടിയിട്ട്, ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് എന്താണ്, ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് എന്താണ്. ഓക്കെ, അന്നേരം ഡിഫറെന്റ് ഫങ്ഷൻസ്, കമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതായിരിക്കും ഈ പോർഷൻസിൽ നിന്ന് മാക്സിമം ചോദിക്കാവുന്ന പോർഷൻ, ഇമ്പോർട്ടന്റ് ഏരിയാസ്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ, സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ്. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സോളാർ സെൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോളാർ സെല്ലിന്റെ പ്രവർത്തന തത്വം, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, സോളാർ സെല്ലിന്റെ ഡിഫറെന്റ് കമ്പോണൻസ്, അതുപോലെ ബേസിക് സേഫ്റ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ആയിരിക്കും ഈ പോർഷൻസിൽ നിന്ന് മാക്സിമം ചോദിക്കാവുന്ന ഏരിയാസ്. ഓക്കെ, നെക്സ്റ്റ് വയറിംഗ് ആക്സസറീസ്, 5 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയ ആണ് വയറിംഗ് ആക്സസറീസ്. ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് ചോദിക്കാവുന്ന പോർഷൻസ് സ്വിച്ചസിനെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്, SPST, SPDT, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ച്, സേഫ്റ്റി ഡിവൈസസ്, അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഒരു സ്വിച്ച് തന്നിട്ട് അത് ഏത് സ്വിച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അത് ഏത് സ്വിച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്.
ഓക്കെ, അതുപോലെ സേഫ്റ്റി ഡിവൈസസ് ആയ MCB, ELCB, RCCBയുടെ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ പോർഷൻസിൽ നിന്ന്. മാക്സിമം 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് DC മെഷീൻസിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൊഡ്യൂൾ 7 ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ വോൾട്ടേജ് കറണ്ട് ഇക്വേഷൻ അല്ലെങ്കിൽ EMF ഇക്വേഷൻസ്, അതിന്റെ വേവ് ഫോം എന്താണ്, അതിന്റെ വൈൻഡിങ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാം. അതിന്റെ EMF ഇക്വേഷൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാം. ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം നിങ്ങൾക്ക് അറിയാം. അതുപോലെ DC മോട്ടറിന്റെയും സെയിം ഇക്വേഷൻസും സെയിം ക്യാരക്ടറിസ്റ്റിക്കും എക്സ്ട്രാ ആയിട്ട് വരുന്നത് ടോർക്കിന്റെ സിമ്പിൾ പ്രോബ്ലംസ്. ഒരു DC മോട്ടർ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അന്നേരം അവിടുത്തെ ടോർക്കിന്റെ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടറിന്റെ വർക്കിംഗ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മോട്ടറിൽ നമുക്ക് എങ്ങനെയായിരിക്കും സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിവൈസസ് ഏതൊക്കെയാണ്, അത് ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും DC മോട്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ AC മെഷീൻസ് ആണ്. AC മെഷീൻസിൽ നമുക്കറിയാം AC വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ് ട്രാൻസ്ഫോമർ. ഫസ്റ്റ് പഠിക്കാനുള്ള ഏരിയ, ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടന്റ് ഏരിയ ട്രാൻസ്ഫോമർ, ഇറ്റ്സ് കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ വോൾട്ടേജ് കറണ്ട് ഇക്വേഷൻസ്, അതിന്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോസ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജ് റേഷ്യോ, അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ, അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ ഡിഫറെന്റ് ലോസസ് ഇൻ ട്രാൻസ്ഫോർമേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എഡി കറണ്ട് ലോസസ്, ലാമിനേഷൻ ലോസസ്, ലീക്കേജ് ലോസസ്, അതിനെക്കുറിച്ചുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏരിയ 3-phase ഇൻഡക്ഷൻ മോട്ടോർ, അതിന്റെ പ്രിൻസിപ്പിൾസും കൺസ്ട്രക്ഷൻസും, അതിന്റെ ഡിഫറെന്റ് ടേംസ് ആയ സ്ലിപ്പ്, ടോർക്ക്, അതിന്റെ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ വരുന്ന ഡിഫറെന്റ് ലോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ എഫിഷ്യൻസി, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജിന്റെ മാക്സിമം കൺവേർഷൻ എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൽ എങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടോർ സ്റ്റാർട്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് പോർഷൻ ഓൾട്ടർനേറ്റേഴ്സ് ആണ്. ഓൾട്ടർനേറ്റേഴ്സിലും സെയിം ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3-phase സിൻക്രോണസ് മോട്ടോഴ്സിന്റെ വർക്കിങ്ങും, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾ ക്വസ്റ്റ്യൻസും ആയിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് 3-phase കഴിഞ്ഞിട്ട് അവർ സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ യൂണിവേഴ്സൽ മോട്ടേഴ്സും, സീരീസ് മോട്ടോഴ്സും, സർവോ മോട്ടേഴ്സും, സ്റ്റെപ്പർ മോട്ടേഴ്സും, സ്പ്ലിറ്റ് ഫേസ് മോട്ടേഴ്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സും വർക്കിങ്ങും ടൈപ്സും അതിന്റെ EMF ഇക്വേഷൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അന്നേരം മാക്സിമം 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയയാണ് AC മെഷീൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്ത സിലബസിൽ നിന്ന് എക്സ്ട്രാ ഈ ഇയറിൽ ആഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ 5 ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം എക്സ്പെക്ട് ചെയ്യാം. വളരെ ചുരുങ്ങിയ പോർഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോർഷൻ നമ്പർ സിസ്റ്റംസ്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ബേസിക്കലി ബൈനറി, ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ഈ നമ്പർ സിസ്റ്റംസിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റത്തിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് ഏരിയ ലോജിക് ഗേറ്റ്സ് ആണ്. അവർ ആഡ് ചെയ്തിട്ടുള്ള ലോജിക് ഗേറ്റ്സ് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട്, നാൻഡ് ആൻഡ് നോർ ഗേറ്റ്. അന്നേരം ഈ ഗേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്തായിരിക്കും, ട്രൂത്ത് ടേബിൾ എന്തായിരിക്കും, അതിന്റെ ലോജിക് സിമ്പിൾ എന്തായിരിക്കും, അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ലോജിക് എക്സ്പ്രഷൻ തന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ഡി മോർഗൻസ് തിയറംസ് ആണ്. ഡി മോർഗൻസ് തിയറത്തിൽ A+B ദ കോംപ്ലിമെന്റും A.B ദ കോംപ്ലിമെന്റും ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഹാഫ് ആർഡർ ആൻഡ് ഫുൾ ആർഡർ ആണ്. രണ്ട് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആണ്, ഹാഫ് ആർഡർ ആൻഡ് ഫുൾ ആർഡർ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ഹാഫ് ആർഡറിൽ നിന്നും ഫുൾ ആർഡറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, അതിന്റെ ക്യാരി, ഹാഫ് ആർഡറിന്റെയും ഫുൾ ആർഡറിന്റെയും ക്യാരിയുടെ ഇക്വേഷൻസ് എന്തായിരിക്കും, എത്ര നമ്പർ ഓഫ് ഗേറ്റ്സ് വേണം,
എത്ര നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ നോർ ഗേറ്റ്സ് വേണം. ഇത്രയും ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഹാഫ് ആർഡർ ചെയ്യുന്നതും ഫുൾ ആർഡർ ചെയ്യുന്നതും എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ്, SR ഫ്ലിപ്പ് ഫ്ലോപ്സ്, JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് T ഫ്ലിപ്പ് ഫ്ലോപ്സ്. അതായത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരിക്കും, ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, എത്ര ഇൻപുട്സ് ഉണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ നിന്ന് അതിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ എന്നിട്ട് അത് എങ്ങനെയുള്ള റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആണോ, ലെഫ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആണോ, അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഷിഫ്റ്റ് രജിസ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് പോർഷൻ കൗണ്ടേഴ്സ്. കൗണ്ടേഴ്സ് നമുക്കറിയാം, അപ്പ് കൗണ്ടേഴ്സും ഡൗൺ കൗണ്ടേഴ്സും ജോൺസൺ കൗണ്ടേഴ്സും റിംഗ് കൗണ്ടേഴ്സും, ഈ 4 കൗണ്ടേഴ്സിൽ നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെയും ഒരു കൗണ്ടർ തന്നിട്ട് അതിന്റെ മോഡ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കൗണ്ടിങ് സീക്വൻസ് തന്നിട്ട് എത്ര കൗണ്ടേഴ്സ് അല്ലെങ്കിൽ എത്ര ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വേണം ആ കൗണ്ടർ ഇംപ്ലിമെന്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് പോർഷൻ ADC ആൻഡ് DAC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും. ഇവിടെയും ഡിഫറെന്റ് ADC DAC തമ്മിലുള്ള പെർഫോമൻസ്, അതിന്റെ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ, ആ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേയുടെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കാം. അതുപോലെ ഡിഫറെന്റ് ADC DACയിൽ ഏത് ADCക്കാണ് DACക്കാണ് സ്പീഡ് കുറവ്, ഏറ്റവും സ്പീഡ് കൂടിയത് ഏതിനാണ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അന്നേരം ADC DAC വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പോർഷൻ സോൾഡറിംഗ് ടെക്നിക്സ്. ഡിഫറെന്റ് സോൾഡറിംഗ് ടെക്നിക്സും അതിന്റെ ക്ലാസിഫിക്കേഷനും ഈ ഏരിയയിൽ നിന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ പവർ ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ചാണ് ഈ ഏരിയയിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോർഷൻ ഹാഫ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ, വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ്. ഓക്കെ, ഫിൽറ്റേഴ്സിന് റെക്ടിഫയർ നമുക്കറിയാം AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഡിവൈസസ് ആണ്. റെക്ടിഫയേഴ്സിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്ടിഫയർ തന്നിട്ട് അതിന്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓരോ റെക്ടിഫയറിലും എത്ര ഡയോഡ്സ് വേണം, അതിന്റെ ട്രാൻസ്ഫോമർ എഫിഷ്യൻസി എന്തായിരിക്കും, റിപ്പിൾ ഫാക്ടർ എന്തായിരിക്കും, എഫിഷ്യൻസി എന്തായിരിക്കും, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എങ്ങനെയായിരിക്കും, അങ്ങനെ കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് എന്താണ് ഓരോ റെക്ടിഫയറിലും, ഹാഫ് വേവ് ആണെങ്കിലും ഫുൾ വേവിൽ തന്നെ സെന്റർ ടാപ്ഡും ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്ന 2 കൺസെപ്റ്റ് ഉണ്ട്. അന്നേരം ആ റെക്ടിഫയറിലെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അന്നേരം റെക്ടിഫയേഴ്സ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ടിൽ റിപ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ആ ഫിൽറ്റേഴ്സിന്റെ പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് പോർഷൻ UJT റിലാക്സേഷൻ, യൂണി ജംഗ്ഷൻ ട്രയോഡ് റിലാക്സേഷൻ. ഇതൊരു ഓസിലേറ്റർ ആണ്. ഈ ഓസിലേറ്ററിന്റെ പെർഫോമൻസ് എന്താണ്, അത് ഏത് ആപ്ലിക്കേഷൻ, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് UJT ഓസിലേറ്റേഴ്സ്, അത് ഏത് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, മൈക്രോവേവ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യും. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, FET, ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, JFET. ഓക്കെ, ഇതിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. FET JFET തന്നിട്ട് അതിലെ ചാർജ് കാരിയേഴ്സ് ഏതാണ്, അതിന്റെ വോൾട്ടേജ് കറണ്ട് റിലേഷൻ എന്താണ്, അതിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് എന്താണ്, അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് പോർഷൻ ട്രയാക്ക് ഡയാക്ക് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ, IGBT, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, SCR. ഓക്കെ, ഈ പോർഷൻസിലെല്ലാം സിംബൽസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യനിൽ സിമ്പിൾ തന്നിട്ട് അത് ഏത് ഡിവൈസസ് ആണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ ഈ ഓരോ ഡിവൈസസിന്റെയും ഫങ്ഷൻസ്, അത് ഏതൊക്കെ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്. ഓക്കെ, അന്നേരം ഇതൊക്കെ ഓർത്തിരിക്കുക. ഇനി ഓരോ ഡിവൈസസിനും എത്ര ചാർജ് ഡിവൈസസ് ഉണ്ട്, ചാർജ് കാരിയേഴ്സ് ഉണ്ട്, അതുപോലെ അതിന്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ മെയിൻ്റനൻസ് ഓഫ് ഇൻവേർട്ടേഴ്സ്. അന്നേരം ഇൻവേർട്ടേഴ്സിൽ നമ്മൾ ആ ഇൻവേർട്ടേഴ്സിന്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്.
നെക്സ്റ്റ് റെഗുലേറ്റഡ് ഡി സി പവർ സപ്ലൈ. റെഗുലേറ്റഡ് ഡി സി പവർ സപ്ലൈയിൽ വരുന്ന ഡിഫറെന്റ് കമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. റെക്ടിഫയേഴ്സ്, ഫിൽറ്റേഴ്സ്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്. അതിനകത്ത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന IC ആണ് 7805 IC. ആ ICയുടെ പ്രത്യേകത എന്താണ്, അത് എത്ര പിന്നുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന്റെ ഔട്ട്പുട്ട് റെഗുലേറ്റഡ് വോൾട്ടേജ് എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റെഗുലേറ്റഡ് ഡി സി പവർ സപ്ലൈ എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ബാറ്ററി ചാർജർ ആൻഡ് UPS. ബാറ്ററി ചാർജർ ആൻഡ് UPS വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഈ പോർഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കുറെ ഏരിയസ് ഉണ്ട്. ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, JFET, ട്രാക്ക്, ഡയാക്ക്, IGBT, SCR. ഇത്രയും പോർഷൻസിൽ നിന്നായിരിക്കും 90% ക്വസ്റ്റ്യനും പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ ഡിവൈസസിന്റെ വർക്കിംഗ്, എല്ലാ ഡിവൈസസിന്റെ വർക്കിങ്ങും അതിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ സിംബൽസും അതിന്റെ പെർഫോമൻസ് പാരാമീറ്റേഴ്സും, റെക്ടിഫയേഴ്സിന്റെ ഡിഫറെന്റ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അതിന്റെ എഫിഷ്യൻസി, റിപ്പിൾ ഫാക്ടർ, പീക്ക് വാല്യൂ, RMS വാല്യൂ, അതിന്റെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ റേഷ്യോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കലിൽ നിന്ന് മൊത്തത്തിൽ 10 മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. 5 മാർക്ക് വെച്ച് നോക്കുമ്പോൾ 50 മാർക്ക് ഈ ഏരിയ നിന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ബേസിക് ടെക്നിക്കൽ അല്ലാണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നിങ്ങൾ എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നോ അതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ടോട്ടൽ മാർക്ക് 50% ഓഫ് മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഏരിയയിൽ നിങ്ങൾ എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്ത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തുമാത്രം സോൾവ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിൽ ഒരു പോർഷനും സ്കിപ്പ് ചെയ്യലും എല്ലാ പോർഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ സിമ്പിൾ പോർഷൻസ് ആണ് ഓരോ മൊഡ്യൂളിലും ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ മൊഡ്യൂളിൽ നിന്ന് 5 മാർക്ക് മാക്സിമം എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം.